യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിപശ്ചിത വേദവാദരഥാ പാർത്ഥ നാന്യതസ്തീതി വാദിന. വൈദികമായ വാദങ്ങളിൽ അതീവ പ്രതിപത്തിയോടുകൂടിയവർ പോലും, അതുപോലെ അതല്ലാതെ മറ്റൊന്നും ഇല്ല എന്ന് വാദിക്കുന്നവരും, അങ്ങനെയൊക്കെയുള്ള ജനങ്ങള് പുഷ്പിതങ്ങളായ അനവധി കോമള വചസ്സുകൾ പറയും എന്ന് മാത്രമേ ഉള്ളൂ. അവര് ശരിക്കും മൂഢന്മാരാണ്. അവർ ഏകാഗ്ര ധ്യാനം ചെയ്യുന്ന വ്യവസായാത്മിക ബുദ്ധിയോടുകൂടിയ യോഗികളല്ല. അവരാ വിഷയത്തിനെ പറ്റി സംസാരിക്കുന്നു എന്നല്ലാതെ ഏകാഗ്രമായ ബുദ്ധിയോടുകൂടി യോഗാത്മകമായ ഏകാത്മൈക്യത്വത്തോടു കൂടിയിട്ട് അങ്ങനെ ധ്യാനം ചെയ്യുന്നവരല്ലാത്തത് കൊണ്ട് അവർ പോലും അവ്യവസായികളാണ് എന്ന് കൃഷ്ണൻ പറയുകയാണ് ഇവിടെ. യാഗാദി വൈദിക കർമ്മകാണ്ഡത്തിൽ താല്പര്യമുള്ളവരെയും വൈദികവാദത്തിന്റെ ശുഷ്കമായ ഡുക്രിൻകരണകളെ കൊണ്ട് ചിത്തഭ്രമണ കാരണമായ ശബ്ദജാലം കൊണ്ട് മുഖരിതമാക്കുന്നവരെയുമാണ് ഇവിടെ ആദിശങ്കരനെ പോലെ ശ്രീകൃഷ്ണ ഭഗവാനും എടുത്തു പറഞ്ഞത്. അങ്ങനെയുള്ള അറിവ് മാത്രമല്ല, വാക്കുകൾ പറയാൻ സാധിക്കുക എന്നുള്ളതോ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലെ, ഫോർ എക്സാമ്പിൾ ഒരു യാഗം അല്ലെങ്കിൽ ഒരു വൈദിക കർമ്മം അല്ലെങ്കിൽ ഒരു പൂജാകർമ്മം അല്ലെങ്കിൽ വ്യാകരണം, വികൃങ്കരണ, എന്തെങ്കിലും ഒരു വിഷയത്തിൽ വലിയൊരാളായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾ യോഗിയാവുന്നില്ല. ഇവിടെ യോഗിത്വം എന്ന് പറയുന്നതിൻ്റെ ഒരു സ്പെഷ്യൽ ആ ബ്രഹ്മ അല്ലെങ്കിൽ ബ്രാഹ്മി സ്ഥിതി, ബ്രാഹ്മി വിദ്യ എന്ന് പറയുന്ന ആ യോഗസ്ഥിതി അത് പ്രാപിക്കാൻ, ആ സ്ഥിതപ്രജ്ഞത പ്രാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവർക്ക് ഈ ഒരു വിഷയം കുറച്ചെന്തെങ്കിലും പറയാമെന്നല്ലാണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ യോഗികളായിട്ടില്ല. 43-ാം ശ്ലോകത്തിൽ കാമാത്മാന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യ ഗതിം പ്രതി. അവരെന്താണ് ചെയ്യുന്നത്? അവർ കാമാത്മാക്കളാണ്. അവർ സ്വർഗം ഇച്ഛിക്കുന്നവരാണ്. എനിക്ക് സ്വർഗസുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഭോഗവും ഐശ്വര്യവും ലഭിക്കുവാനായിട്ട് പുനർജന്മമാകുന്ന കർമ്മഫലത്തെ കൊടുക്കുന്ന അനേകം ക്രിയാവിശേഷങ്ങളെ, യാഗം, പൂജ, മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് അവര്. അവർ പോലും തങ്ങളുടെ കർമ്മകാണ്ഡത്തെക്കുറിച്ച് അനേകം പുഷ്പിത വചസ്സുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അതിനെക്കുറിച്ച് നല്ല വിവരമുണ്ട്. അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇത് എന്തിനാണ്, അൾട്ടിമേറ്റ്ലി ഇത് എന്തിനാണ് ചെയ്യുന്നത്? അദ്വൈത ലബ്ധിക്കാണ്, ജ്ഞാനലബ്ധിക്കാണ്, ബ്രാഹ്മീസ്ഥിതി ലഭിക്കാനാണ്. ആ അൾട്ടിമേറ്റ് എയിമിൽ നിന്ന് അവർ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. ഈ കർമ്മകാണ്ഡങ്ങളുടെ വലകളിൽ പെട്ടിട്ട് അവർ അൾട്ടിമേറ്റ് എയിമിൽ നിന്ന് അവർ മാറിപ്പോവുകയാണ്. ഏകാഗ്രത മാറിപ്പോവുകയാണ് അവർക്ക്. ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹ്യത ചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയതേ. ഭോഗത്തിലും ഐശ്വര്യത്തിലും പ്രതിപത്തിയുള്ള ആളുകൾ അത്തരം പുഷ്പിത വചസ്സുകളാൽ അപഹരിക്കപ്പെട്ട ചേതസ്സുകളോട് കൂടിയവരായി ഭവിക്കുന്നു. ഇപ്രകാരം പുഷ്പിത വചസ്സുകളാൽ വഴിതെറ്റിക്കുന്നവരുടെയും വഴിതെറ്റി നടക്കുന്നവരുടെയും മനസ്സിൽ ഏകാഗ്രമായ ബുദ്ധിക്കോ ധ്യാനത്തിനോ അല്ലെങ്കിൽ സമാധിക്കോ ഒന്നും സ്ഥാനം ഇല്ല. അവർക്ക് ഏകാഗ്ര ബുദ്ധിയില്ല, ധ്യാനവും ഇല്ല, സമാധിയില്ല. അവരുടെ ഉള്ളിൽ സമാധി ഗുണം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ സമാധിയും ധ്യാനവും ഏകാഗ്രബുദ്ധിയും ഇല്ലാത്ത ഒരാൾക്ക് മഹത് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവർക്ക് മഹത് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കാതെ വരുന്നു. സമ്യക് ആദീയതേ യസ്മിൻ ആത്മതത്വയാഥാത്മ്യം. ആത്മജ്ഞാനാർജനത്തിൽ മനസ്സ് ഏകാഗ്രമാകുന്നതാണ് സമാധി. അതവർക്കുണ്ടായിട്ടില്ല. ഭൗതിക സുഖാനുഭവങ്ങളെ കാമിക്കുന്നവർക്ക് ഈ അനുഭവം ഒരിക്കലും സാധ്യമാവുകയുമില്ല. മറിച്ച് ഒരു വ്യക്തിക്ക് ധ്യാനവും സമാധിയും സാധ്യമാവുകയും ഏകാഗ്രമായ ഊർജത്തോടുകൂടി ആ വ്യക്തി മഹത് കർമ്മങ്ങൾക്ക് സ്വയം സന്നദ്ധനാവുകയും ചെയ്യുന്ന പക്ഷം ആ ആൾക്ക് ഭൗതിക സുഖാനുഭവങ്ങളിൽ യാതൊരു കാമവുമില്ല. ആ കാമങ്ങളിൽ നിന്നെല്ലാം ആ വ്യക്തി മോചിതമാണ് എന്ന് അനുമാനിച്ചറിയേണ്ടതാണ്. ഒരു വ്യക്തി മഹത്തായ പല അങ്ങനെയുള്ള കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഏകാഗ്രമായ ഊർജത്തോടുകൂടി മഹത് കർമ്മങ്ങൾക്ക് സന്നദ്ധനാവുന്ന ഒരു വ്യക്തിയിൽ ഭൗതികങ്ങളായ എല്ലാ സുഖാനുഭവങ്ങളെക്കുറിച്ചുമുള്ള കാമങ്ങൾ, ആശകൾ, ഇച്ഛകളെല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് അനുമാനിച്ചറിയേണ്ടതുണ്ട്. നോക്കി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ ആളെ നോക്കി വേണം അത് മനസ്സിലാക്കാൻ. വാക്കുകൾ പറയാൻ ആർക്ക് സാധിക്കും? സഭയിൽ സ്റ്റേജിൽ കയറി നിന്ന് വാക്കുകൾ പറയാൻ ആർക്കാ സാധിക്കാത്തത്? പുസ്തകങ്ങൾ എഴുതാൻ ആർക്കാ സാധിക്കാത്തത്? ഒരു ഇത്തിരി ഭാഷയിൽ ലിപിയും കയ്യിലുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്തൂടെ? അതുപോലെ ജീവിച്ച് കാണിക്കാനാണ് പ്രയാസം. ആ ജീവിച്ച് കാണിക്കലിലാണ് യഥാർത്ഥമായ സത്യം ഇരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യ സത്വസ്ഥോ
നിർയോഗക്ഷേമ ആത്മവാൻ. വേദങ്ങൾ സത്വരജസ്തമസ്സുകളാകുന്ന ത്രിഗുണങ്ങളെ വിഷയമാക്കിയിരിക്കുന്നവയാണ്. അർജുന, നീ ആ ത്രിഗുണങ്ങൾക്ക് അതീതനായി ഭവിക്കണം. ത്രിഗുണങ്ങൾക്ക് അതീതനായി, വേദങ്ങൾക്ക് അതീതനായി ഭവിക്കണം. സുഖദുഃഖങ്ങൾ, ലാഭനഷ്ടങ്ങൾ മുതലായ സകല ദ്വന്ദ്വഭാവങ്ങളിൽ നിന്നും മുക്തി നേടുക. നിത്യമായ സത്വഗുണങ്ങളിൽ അടിയുറച്ചു നിർത്തിയ മനസ്സോടുകൂടി യോഗക്ഷേമാദികളിലുള്ള ആശയെ ഉപേക്ഷിച്ച് ആത്മനിഷ്ഠനായി വർത്തിക്കുക. യോഗക്ഷേമാദികളിൽ ആശ വെടിഞ്ഞവന് യോഗക്ഷേമങ്ങൾ വരപ്രസാദമായിട്ട് താനേ ലഭിക്കുകയാണ്. നമ്മൾ അതിന്റെ പിന്നാലെ ഓടുകയല്ല. യോഗക്ഷേമത്തിലുള്ള ആശ വെടിഞ്ഞവനെയാണ് യോഗക്ഷേമം ഇങ്ങോട്ട് വന്ന് വരണമാല്യം അർപ്പിക്കുന്നത്. അതാണ് അവിടെ സൂചന. അത് വരപ്രസാദമായിട്ട് നമുക്ക് താനേ കിട്ടുകയാണ്. നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ അതിനു വേണ്ടി പിന്നാലെ ഓടാതെ തന്നെ അത് നമുക്ക് താനേ വന്നു ചേരുകയാണ്. വിഷ്ണു യോഗക്ഷേമം പ്രദാനം ചെയ്യുന്നത് തൻ്റെ ശക്തിയായ ലക്ഷ്മിയെപ്പോലെ യോഗക്ഷേമം കാമിക്കാത്തവനാണ്. കാമമില്ലാത്തവനെയാണ് ലക്ഷ്മി വരിക്കുക. അതുപോലെയാണ് കാമമില്ലാത്തവനാണ് വിഷ്ണു യോഗക്ഷേമം വരദാനമായിട്ട് നൽകുക. നിത്യസത്വസ്വരൂപമാണ് മഹാവിഷ്ണുവിൻ്റെതെന്ന് നാരായണീയത്തിൽ കാണാം. ത്രിഗുണങ്ങളിൽ വെച്ച് ഏറ്റവും ഉദാത്തമായ സത്വഗുണത്തിൽ ഏകാഗ്രമായി നിലയുറപ്പിച്ച് ത്രിഗുണങ്ങൾക്ക് അതീതമായി തീരാനുള്ള ആത്മോപാസനാ സൂത്രമാണ് ഈ വരികളിൽ നമ്മൾ കാണുന്നത്. നിസ്ത്രൈഗുണ്യനായ ആത്മജ്ഞാനിക്ക് ത്രിഗുണാത്മകങ്ങളായ വേദങ്ങൾ കൊണ്ടും ശാസ്ത്രങ്ങൾ കൊണ്ടും ഒക്കെ എന്താണ് പ്രയോജനം? പ്രയോജനം ഉണ്ടോ? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. യാവാനർത്ഥ ഉദപാനി സർവത്ര സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. സർവത്ര ജലം കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഒരു കൊച്ചു കിണറ്റിലെ വെള്ളം കൊണ്ട് എന്താണ് പ്രയോജനം? ബ്രാഹ്മണന് വേദത്തെ കൊണ്ടുള്ള പ്രയോജനം അത്രമാത്രമാണ്. ബ്രഹ്മവിദ്യാനിരതൻ എന്നാണ് ബ്രാഹ്മണൻ എന്ന വാക്കിനർത്ഥം. ബ്രഹ്മവിദ്യാനിരതനായ ആ ബ്രാഹ്മണൻ സദാ ബ്രഹ്മാനുഭൂതിയിൽ രമിച്ചിരിക്കുകയാണ്. അവന് മറ്റു ഭൗതിക സുഖങ്ങളെല്ലാം തൻ്റെ ബ്രഹ്മാനന്ദ സാഗരത്തിന്റെ മുമ്പിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കൂപങ്ങൾ, ചെറിയ ചെറിയ കിണറുകൾ മാത്രമായിട്ട് അനുഭവപ്പെടുന്നുള്ളൂ. ബ്രഹ്മജ്ഞാനമാകുന്ന സമുദ്രത്തിനു മുൻപിൽ വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങൾക്ക് സമുദ്രതീരത്ത് കുഴിച്ച ഒരു ചെറിയ കൂപം അല്ലെങ്കിൽ ചെറിയൊരു കുഴിയിലെ വെള്ളത്തിന്റെ മഹത്വമേ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. ബ്രാഹ്മണൻ ഇവിടെ ഒരു പ്രത്യേക ജാതിയെ അല്ല കുറിക്കുന്നത് എന്ന് ഞാൻ എടുത്തു പറയട്ടെ. ബ്രഹ്മജ്ഞാനി എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ബ്രാഹ്മണൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഗീതയിലുടനീളം ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനി എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ്. വേദവ്യാസ വിരചിതമായ ഭാഗവതത്തിൽ ചണ്ഡാലകുലത്തിൽ പിറന്നവൻ പോലും ബ്രഹ്മജ്ഞാനിയായാൽ ബ്രാഹ്മണനാണ്. ഭാഗവതം ഇങ്ങനെ പറയുന്നു: അഹോബത ശ്വപജോ അതോഗരീയാൻ യജ്ഞിഹ്വാഗ്രേ വർത്തതേ നാമ തുഭ്യം തേ പുസ്തപസ്തേ ജുഹുസ്നുരാര്യ ബ്രഹ്മാനുജുർ നാമ ഗൃണന്തിയേതേ. അതുകൊണ്ട് ചണ്ടാല, ശ്വപജൻ എന്ന് പറഞ്ഞാൽ ചണ്ടാലൻ, നായനെ തിന്നുന്നവനാണ് ശ്വപജൻ എന്ന വാക്കിനർത്ഥം ചണ്ടാലൻ. ആ ചണ്ടാലൻ പോലും ബ്രഹ്മജ്ഞാനി ആയാൽ ബ്രാഹ്മണൻ തന്നെയാണ് എന്ന് പറയുന്ന വ്യാസഭാഗവതം ഏറ്റവും പഴക്കം ചെന്ന ഒരു പുരാണമാണ് അല്ലേ, ഭഗവത പുരാണം. അപ്പൊ ഇവിടെ ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് സംസ്കൃതത്തില് പ്രത്യേകിച്ച് ഗീതയിൽ ഉപയോഗിക്കുന്നത് ബ്രഹ്മജ്ഞാനി എന്ന അർത്ഥത്തിൽ തന്നെയാണ്. ബ്രഹ്മരസം സർവരസങ്ങളിലും വെച്ച് അത്യുത്തമമായ അമൃതരസമാണ്. അതിൻ്റെ പാലാഴിമേൽ പള്ളി കൊള്ളുന്ന സത്വനിഷ്ഠനായ ബ്രഹ്മജ്ഞാനിയായ ആ ബ്രാഹ്മണനുണ്ടോ വിഷയരസേച്ഛ? വിഷയരതി കൂപമണ്ടൂകങ്ങളെ പോലെ ഇരിക്കുന്ന അവ്യവസായികൾക്കുള്ളതാണ്. ബ്രഹ്മരതി ആ പാലാഴിയുടെ മുകളിൽ ആ അമൃതരസമാകുന്ന പാലാഴിമേൽ പള്ളി കൊള്ളുന്ന വ്യവസായാത്മക ചിത്തമുള്ള സമാധിയോ നിത്യയോഗ നിദ്രയിൽ സമാധിസ്ഥമായിട്ടുള്ള സത്വബുദ്ധികളായിട്ടുള്ള ബ്രഹ്മജ്ഞാനിക്ക് ബ്രാഹ്മണർക്കുള്ളതാണ്. വ്യവസായാത്മിക ബുദ്ധിയോടുകൂടിയ ബ്രഹ്മജ്ഞാനികൾ ഒരിക്കലും വിഷയങ്ങളിൽ രമിക്കുന്നില്ല.